50-ാം മണിക്കൂറിൽ 55 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഇരിക്കൂർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സിറ്റിംഗ് എംഎൽഎ, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ യുവ നേതാവ് അബ്ദുൾ റഷീദ്, തലശ്ശേരിയിൽ കെ സുധാകരന്റെ വിശ്വസ്തൻ കെ പി സാജു, പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സിറ്റിംഗ് എംഎൽഎ KPCC അധ്യക്ഷൻ, മാനന്തവാടിയിൽ PK ജയലക്ഷ്മിക്ക് സീറ്റില്ല, ഒപ്പം ഉഷ വിജയനാണ് മത്സരരംഗത്തെത്തുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ തന്നെ, വിവാദങ്ങൾക്കൊടുവിലും IC ബാലകൃഷ്ണൻ തന്നെ സുൽത്താൻ ബത്തേരിയിൽ മത്സരിപ്പിക്കുകയാണ്. കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, അദ്ദേഹം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ കണ്ടതാണ്. നാദാപുരത്ത് യുവമുഖം KM അഭിജിത്ത് എത്തുന്നു. കൊയിലാണ്ടിയിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ എത്തുന്നു. ബാലുശ്ശേരിയിൽ VT സൂരജ്, എലത്തൂരിൽ നേരത്തെ ഇപ്പോൾ MK രാഘവൻ താല്പര്യം പ്രകടിപ്പിച്ച എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ എന്ന വനിതാ നേതാവിനെ ഇറക്കുന്നു. കോഴിക്കോട് നോർത്തിൽ പുതുമുഖം K സുധാകരന്റെ വിശ്വസ്തനായ അഡ്വക്കേറ്റ് K ജയന്ത്, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ വീണ്ടും ഇറങ്ങുന്നു. വണ്ടൂരിൽ AP അനിൽകുമാർ തന്നെ, തവനൂരിൽ VS ജോയിക്ക് സീറ്റ് നൽകുന്നു. VS ജോയിക്ക് സീറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. തിരുവമ്പാടി ലീഗ് തന്നെ മത്സരിക്കുമെന്ന് തീരുമാനിച്ചതോടെ VS ജോയ് എവിടെ മത്സരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം തവന്നൂരിൽ VS ജോയ് എത്തുന്നു. പൊന്നാനിയിൽ നൌഷാദ് അലി, തൃത്താലയിൽ VT ബൽറാം തന്നെ, കോങ്ങാട് KA തുളസി, മലമ്പുഴയിൽ A സുരേഷ്, ഇന്നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം എടുത്തത്. VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നു. പാലക്കാട് നടൻ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുന്നു. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന്. അവിടുത്തെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കിയതോടുകൂടി രമേശ് പിഷാരടിക്ക് അവിടെ കളമൊരുങ്ങുകയാണ്. തരൂരിൽ KC സുബ്രഹ്മണ്യൻ, ചിറ്റൂരിൽ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, നെന്മാറയിൽ DCC അധ്യക്ഷൻ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകുന്നു. ആലത്തൂരിൽ KN ഫെബിൻ എന്ന യുവമുഖം, മണലൂരിൽ TN പ്രതാപൻ മുൻ MP കളത്തിലിറക്കുന്നു. അവിടെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണലൂരിൽ TN പ്രതാപനാണ്. ഒല്ലൂരിൽ അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത്, തൃശൂരിൽ രാജൻ J പല്ലൻ കൂടി ചേരുകയാണ്. പുതുക്കാട് KM ബാബുരാജുണ്ട്, അങ്കമാലിയിൽ റോജി M ജോൺ തന്നെ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്. അങ്ങനെ യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്ന ഒരു പട്ടികയാണ് PR സുനിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ശ്രദ്ധേയമായി തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് പ്രഖ്യാപനമുള്ളത്. എറണാകുളത്തെ പല മണ്ഡലങ്ങളിലെയും പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂരിത ഒഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ തർക്കമുള്ള മണ്ഡലങ്ങളിൽ ഒന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല PR സുനിൽ. വിനീത, തീർച്ചയായും തർക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ 1-2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴും വലിയ വിഷയം ഇക്കാര്യത്തിൽ ഒന്നിലധികം പേരുകൾ പല മണ്ഡലങ്ങളിലുമുണ്ട്. ഏതായാലും ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് ഒറ്റപ്പേരിലെത്തിയ മണ്ഡലങ്ങൾ മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. ഒന്നിലധികം പേരുകളുള്ള മണ്ഡലങ്ങളിൽ ഇനി തീരുമാനം ഉടൻ വരും എന്ന് പറയുന്നുണ്ട്. ഏതായാലും കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. നമുക്കറിയാം കെ സുധാകരൻ വലിയ ഭീഷണി ഉയർത്തി തുടരുകയാണ് ദില്ലിയിൽ. ഇന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നു. ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി സീറ്റ് ലഭിക്കുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചതിന് പിന്നാലെ തിരിച്ചും ബുദ്ധിമുട്ടുണ്ടാകും എന്ന ഭീഷണിയാണ് കെ സുധാകരൻ നൽകിയത്. അതിന് തൊട്ട് പിന്നാലെ നമുക്കറിയാം കണ്ണൂരിലൊക്കെ തന്നെ സുധാകരനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കലാപത്തിന് തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന കെ സുധാകരനാണ് ഒരു വശത്ത് നിൽക്കുന്നത്. ഇതോടൊപ്പം മറ്റ് പല മണ്ഡലങ്ങളിലും എറണാകുളത്തെ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും വലിയ തർക്കം തുടരുകയാണ്. ഒന്നിലധികം പേരുകളുണ്ട്. പലരും ആ ഒരു സീറ്റിനായി വലിയ പിടിമുറുക്കം നടത്തുന്ന കാഴ്ചയുമൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കണ്ണൂർ സെറ്റിൽ ചെയ്യുക എന്നത് തന്നെയാണ്, സുധാകരനെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള നീക്കങ്ങളായിരിക്കും വരും മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത്. ഏതായാലും 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് 3-ാം ദിവസമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 മണിക്കൂർ എന്ന് പറയുന്നത് പോലും വലിയ സമയമാണ്. അതിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും 3-ാം ദിവസമാണ് കോൺഗ്രസിന് ആദ്യ പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി 35-ലധികം സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് ഏതായാലും 1-2 ദിവസത്തിനകം അക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോഴും വലിയ തർക്കം തുടരുകയാണ്. ഒപ്പം തന്നെ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കാണുമോ എന്ന ആശങ്കയും. അതാണ് നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ഇപ്പോഴും ദില്ലിയിൽ തുടരുകയല്ലേ? കെ സുധാകരൻ അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ തീരുമാനം? MP-മാർ മത്സരരംഗത്തേക്കില്ല, MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും കണ്ണൂരിലെ നീക്കങ്ങൾ എന്നൊരു ആകാംക്ഷയുണ്ട്. കെ സുധാകരനില്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നയാൾ എന്ന നിലയ്ക്കായിരിക്കുമോ? എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നോബൽ, ശരി, റോഷിപാൽ കൂടി തുടരുന്നുണ്ട്. റോഷിപാൽ, ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. കണ്ണൂർ സീറ്റിൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടില്ല. ഒഴിച്ചിട്ട്
സീറ്റുകൾ നോക്കിയാൽ നമുക്കറിയാം എല്ലാം തർക്ക മണ്ഡലങ്ങൾ തന്നെയാണ്. എറണാകുളത്ത് തർക്ക മണ്ഡലങ്ങൾ പ്രഖ്യാപനമില്ല. കണ്ണൂരിൽ എന്താകും സ്ഥിതി? കണ്ണൂർ മണ്ഡലത്തിൽ ആരാകും മത്സരത്തിനെത്തുക എന്നൊരു ആകാംക്ഷയുണ്ട്. കെ സുധാകരന്റെ നീക്കങ്ങൾ അത് ഏറെ നിർണായകവുമാണ്. വിനീത, കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. കണ്ണൂരിൽ മത്സരിക്കാൻ സജ്ജനായി കെ സുധാകരൻ, മുൻ KPCC അധ്യക്ഷൻ, പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് നിൽക്കുകയാണ്, ദില്ലിയിൽ നിൽക്കുകയാണ്. ഇതുവരെ രമേശ് ചെന്നിത്തല മാത്രമാണ് ചർച്ചയ്ക്കെത്തിയത്. അതിനപ്പുറത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കെ സുധാകരൻ. അവിടെ വലിയ കടുത്ത പ്രതിഷേധം പലയിടങ്ങളിലും കണ്ടതാണ്. കെ സുധാകരനെ അവഗണിക്കുന്നു എന്ന രീതിയിൽ തെരുവിലേക്ക് പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ആ സീറ്റിൽ എളുപ്പത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയില്ല. സുധാകരന്റെ അഭിപ്രായം അറിയാതെ MP-മാർക്ക് സീറ്റില്ല എന്ന വിവരം പുറത്തു വന്നെങ്കിലും ഔദ്യോഗികമായി അത് കെ സുധാകരനെ അറിയിച്ചിട്ടില്ല. സൂചനകൾ മാത്രമാണ് വന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ സുധാകരന്റെ അഭ്യർത്ഥനയിൽ ഒരു തീരുമാനം കെ സുധാകരനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കെ സുധാകരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതെ, നിലപാടെടുക്കാതെ ദില്ലിയിൽ കാത്തിരിക്കുന്നത്. ഇനി തീരുമാനം മറിച്ചാണെങ്കിൽ കെ സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രിയോടെ തന്നെ കണ്ണൂരിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇനി വൈകിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇനി സമയം വളരെ കുറവാണ്. തിരുവനന്തപുരത്തെ സീറ്റുകളിലൊക്കെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇടുക്കിയിലും തീരുമാനിക്കണം. തിരുവനന്തപുരത്താണ് കൂടുതൽ സീറ്റുകൾ തീരുമാനമെടുക്കാനുള്ളത്. കാസർഗോഡ് നോക്കിയാൽ 1-2 സീറ്റിനപ്പുറത്തേക്ക് തീരുമാനമെടുക്കാനില്ല. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സീറ്റിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിരവധി സീറ്റുകൾ, എല്ലാ സീറ്റുകളിലും തർക്കമാണ്. പത്തനംതിട്ടയിൽ സമാനമായി സീറ്റുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അവിടെയും തീരുമാനമെടുക്കേണ്ടതുണ്ട്. എറണാകുളത്തും സീറ്റുകളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിലൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോകും. തൃശ്ശൂരിലുണ്ട്. തൃശ്ശൂർ സീറ്റിലെ തീരുമാനം വരേണ്ടതുണ്ട്. അതിലൊക്കെ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. ഒരു